ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 3ാം ക്ലാസ്സിലെ 3ാമത്തെ യൂണിറ്റായ ഇൻ ഹാർമണിയിലെ ആക്ടിവിറ്റീസ് നോക്കാം കേട്ടോ. അതോടൊപ്പം ഒരു കാര്യം പറയട്ടെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായി കിട്ടാൻ കഴിയുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ആക്ടിവിറ്റി 1 നോക്കൂ. ഐഡൻറ്റിഫൈ അപ്രോപ്രിയേറ്റ് പെയേഴ്സ് ഓഫ് വേർഡ്സ് ഫ്രം ദ ടേബിൾ. ഓക്കെ, ഇവിടെ ടേബിളിൽ കുറേ വേർഡ്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് എന്തൊക്കെയോ പെയർ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. ഓക്കെ, എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ബീസ് ബസ്ഡ്. എന്താണത്? ബീസ് എന്ന് പറഞ്ഞാൽ തേനീച്ചകൾ, ബസ്ഡ് അവരുണ്ടാക്കുന്ന സൗണ്ടാണ് അല്ലേ, മൂളി പറക്കുന്നതിനാണ് ബസ്ഡ് എന്ന് പറയുക. അപ്പോൾ ബീസ് തേനീച്ചകൾ ബസ് ചെയ്തു. അതുപോലെ ഇതിനകത്ത് ഓരോ ജീവികൾ, സ്നേക്ക് എന്താ ചെയ്യുക, അങ്ങനെ ഓരോന്നിൻ്റെയും സൗണ്ടുകൾ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നോക്കൂ. ബീസ് ബസ്ഡ് എഴുതി. പിന്നെ സ്നേക്ക് എന്താ ചെയ്യുക? ഹിസ്ഡ് എന്നാണ് പറയുക. HISSED, ഹിസ്ഡ് ആണ്. ഓക്കെ, ക്ലോക്ക് ടിക്ഡ്, ടിക് ടിക് സൗണ്ട്. ഓക്കെ, ക്ലോക്ക് ടിക്ഡ്. ബേബി ജിഗിൾഡ്, കുലുങ്ങിച്ചിരിക്കുന്നതിനാണ് ജിഗിൾഡ് എന്ന് പറയുക കേട്ടോ. കുഞ്ഞു മക്കൾ ചിരിക്കുന്നില്ല, അതാണ് ബേബി ജിഗിൾഡ്. ബെൽസ് ജിങ്കിൾഡ്, ബെൽസ് മണി മുഴങ്ങുന്ന സൗണ്ടിന് പറയുന്നതാണ് ജിങ്കിൾഡ് കേട്ടോ. അടുത്തത് ലീവ്സ്, ലീവ്സ് റസിൽഡ്. ഓക്കെ, ഇലകൾ കൂട്ടി വരയുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ സൗണ്ടിന് പറയുന്നതാണ് റിസൽഡ്. ഓക്കെ ഓക്കെ ആക്ടിവിറ്റി 2 നോക്കൂ. ദ ക്രോ സോ റോക്കി ട്രൈയിങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. കാക്ക റോക്കി ക്ലൈംബ് ചെയ്യുന്നത് അല്ലേ, ട്രീ ക്ലൈംബ് ചെയ്യുന്നത് കാക്ക കണ്ടു. ഓക്കെ, ട്രീൻ്റെ മേലേക്ക് എന്താണ് റോക്കി കയറാൻ നോക്കുന്നത് കാക്ക കണ്ടു. ഹെർ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. അവളുടെ കൂട് ആ മരത്തിൻ്റെ മുകളിലായിരുന്നു. വാട്ട് വുഡ് ബി ഹെർ തോട്ട്സ്. എന്തൊക്കെയായിരിക്കും കാക്ക ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്, നമ്മളോട് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുണ്ടാവുക എന്നല്ലേ. യെസ്. ഓ നോ, വൈ വുഡ് റോക്കി ബി ക്ലൈംബിങ് അപ്പ് ദ ട്രീ. ഓ എന്തിനായിരിക്കും റോക്കി മരത്തിൻ്റെ മേലെ കയറുന്നുണ്ടാവുക? വൈ വുഡ് റോക്കി ബി ക്ലൈംബിങ് അപ്പ് ദ ട്രീ. എന്തിനായിരിക്കും കയറുന്നുണ്ടാവുക? മൈ നെസ്റ്റ് ഈസ് ഓൺ ദ ട്രീ. എൻ്റെ കൂട് അതിൻ്റെ മേലെ ഉണ്ടല്ലോ. ആൻഡ് മൈ ചിക്സ് ആർ ഇൻ ഇറ്റ്. എൻ്റെ മക്കൾ അതിൻ്റെ ഉള്ളിലുണ്ടല്ലോ. അതൊക്കെ കാക്ക ചിന്തിക്കലാണ് അല്ലേ. പിന്നെയോ, വിൽ ദ ഡോഗ് ഹാം ദം. ആ പട്ടി പോയിട്ട് എൻ്റെ മക്കളെ എന്തെങ്കിലും ഉപദ്രവിക്കുമായിരിക്കുമോ? വാട്ട് ഷുഡ് ഐ ഡു ടു പ്രൊട്ടക്ട് മൈ ചിക്സ് ഫ്രം ഹിം. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആ പട്ടിയിൽ നിന്ന് എൻ്റെ മക്കളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അറ്റ് എനി കോസ്റ്റ് ഐ മസ്റ്റ് പ്രൊട്ടക്ട് മൈ നെസ്റ്റ് ആൻഡ് മൈ ബേബീസ് ഫ്രം ദ ഡോഗ്. എന്ത് വില കൊടുത്തിട്ടായാലും ശരി, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കൂടും എൻ്റെ കുട്ടികളെയും ആ പട്ടിയിൽ നിന്ന് രക്ഷിച്ചേ പറ്റുള്ളൂ എന്നാണ് ചിന്തിക്കുന്നത്. ഓക്കെ, പിന്നെന്താ? ഐ നീഡ് ടു ബി ബ്രേവ് ആൻഡ് ചേസ് ഹിം എവേ ബിഫോർ ഹി റീച്ചസ് മൈ നെസ്റ്റ്. എന്താ പറയുന്നത്? ഐ നീഡ് ടു ബി ബ്രേവ്. ഞാൻ വളരെ ധൈര്യശാലി ആയേ പറ്റുള്ളൂ അല്ലേ. ഞാൻ ധൈര്യം സംഭരിച്ച് പോയിട്ട് ആ അവനെ എന്താണ് ആ പപ്പി അല്ലേ, പട്ടി അവിടെ റോക്കി അവിടെ എത്തുന്നതിന് മുമ്പിൽ അവനെ ചേസ് ചെയ്ത് അവിടെ നിന്ന് ഓടിച്ച് കളഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, കൂട്ടിലെത്തുന്നതിന് മുമ്പ് അതിനെ ഓടിച്ച് കളഞ്ഞേ പറ്റുള്ളൂ. ഇതൊക്കെയാണ് ആ സമയത്ത് ക്രോ ചിന്തിക്കുക അല്ലേ. അടുത്ത ആക്ടിവിറ്റി 3 നോക്കൂ. ഒബ്സർവ് ദ പിക്ചർ, ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഒരു ചിത്രം തന്നിട്ടുണ്ട്, അത് കണ്ടിട്ട് നമ്മളോട് ആ ചിത്രത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നോക്കാം എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാമെന്നല്ലേ. ദിസ് ഈസ് എ പിക്ചർ ഓഫ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്. ഇതൊരു ബ്യൂട്ടിഫുൾ ആയില്ല മനോഹരമായിട്ട് ഒരു ഗ്രാമത്തിൻ്റെ പിക്ചറാണ്. ദ പ്ലേസ് ലുക്സ് കാം ആൻഡ് ഫുൾ ഓഫ് നേച്ചർ. എന്താ പറയുന്നത്? ആ സ്ഥലം വളരെ ശാന്തമായിട്ടുണ്ട് അല്ലേ. ലുക്സ് കാം ആൻഡ് ഫുൾ ഓഫ് നേച്ചർ. വളരെ നേച്ചുറലായിട്ട് എന്താണ് പറയുക, വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണത്. എ മാൻ ഈസ് സിറ്റിംഗ് അണ്ടർ എ ട്രീ ആൻഡ് ഫിഷിംഗ് ഇൻ ദ റിവർ. ഒരു മനുഷ്യൻ അവിടെ ഇരുന്നിട്ട്, മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ട് അവിടുന്ന് മീൻ പിടിക്കുന്നുണ്ട്. ദ വാട്ടർ ഈസ് ക്ലീൻ ആൻഡ് ക്ലിയർ. വെള്ളം വളരെ എന്താണ്, ക്ലീനും ക്ലിയറും ആണല്ലേ, വളരെ വൃത്തിയുള്ള വെള്ളമാണ് അതിലെ കൂടി ഒഴുകുന്നത്. അനദർ മാൻ ഈസ് റോയിങ് എ ബോട്ട് ഇൻ ദ റിവർ. മറ്റൊരു മനുഷ്യൻ അവിടെ തോണി തുഴഞ്ഞു പോകുന്നുണ്ട്. എ ബേർഡ് ഈസ് പീപ്പിംഗ് ഔട്ട് ഓഫ് ഇറ്റ്സ് നെസ്റ്റ്. ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു പക്ഷി അവിടുന്ന് കൂട്ടിൽ നിന്ന് എത്തി നോക്കുന്നുണ്ട്. എ കൗ ഈസ് ഡ്രിങ്കിങ് വാട്ടർ ഫ്രം ദ റിവർ ബാങ്ക്. ആ റിവറിൻ്റെ, ആ നദിയുടെ തീരത്ത് നിന്ന്, ബാങ്ക് എന്ന് പറഞ്ഞാൽ തീരം. ഓക്കെ, നദിയുടെ തീരം എന്നാണ് അർത്ഥം, റിവർ ബാങ്ക്. ഓക്കെ, നദിയുടെ തീരം. ആ തീരത്ത് നിന്നിട്ട് ഒരു പശു വെള്ളം കുടിക്കുന്നുണ്ട്. എ ഡോഗ് ഈസ് റണ്ണിങ് ഹാപ്പിലി നിയർ ദ ട്രീസ്. ഒരു പട്ടിക്കുട്ടി അതിലേക്കൂടി ഓടിക്കളിക്കുന്നുണ്ട്, മരങ്ങളുടെ ഇടയിലേക്കൂടി ഓടിക്കളിക്കുന്നുണ്ട്. 2 കളർഫുൾ ബട്ടർഫ്ലൈസ് ആർ ഫ്ലൈയിങ് ഓവർ ദ ഫ്ലവേഴ്സ്.
രണ്ട് ഭംഗിയുള്ള പൂമ്പാറ്റകൾ ആ പൂക്കളുടെ മുകളിലേക്ക് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പറന്ന് നടക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഒരു ചിത്രം നമുക്ക് കിട്ടിയാൽ നമ്മളതിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. ആദ്യം എന്താണ് ആ പിക്ചർ എന്ന് എഴുതുക, പിന്നെ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് സെൻറ്റൻസ് ഒന്നും കിട്ടിയിട്ടില്ല, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ, ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എ വില്ലേജ്, അങ്ങനെ എന്തെങ്കിലും ഒരു 2-3 സെൻറ്റൻസ് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. അതിൻ്റെ അകത്ത് എന്താണ് നിങ്ങൾ കാണുന്നതെന്നുള്ളത് നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ ചെറിയ സെൻറ്റൻസ് ആക്കി എഴുതി വെക്കുക. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. സം പിക്ചേഴ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ഇൻ കോളം എ. ഓക്കെ, കോളം എയും കോളം ബിയും ഉണ്ട്. ആ കോളം എയിൽ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പഠിച്ച പാഠത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെയോ കോളം ബിയിൽ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്. എന്താണ് ആ സംഭവം എന്താണെന്നുള്ള സെൻറ്റൻസ് തന്നിട്ടുണ്ട്. സോ മാച്ച് ദം വിത്ത് ദ ഇവൻറ്റ്സ് ഇൻ കോളം ബി. മാച്ച് എയും ബിയും തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. നോക്കൂ, ആദ്യത്തെ ചിത്രം കണ്ടോ, എന്താണ് കൂട് താഴെ വീണ് കിടക്കുന്നുണ്ട് അല്ലേ. സോ കോളം ബിയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം, രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിയേ, ദ നെസ്റ്റ് ഫെൽ ഡൗൺ. അവിടെ നമുക്ക് എ എന്ന് എഴുതാം അല്ലേ. ലെഫ്റ്റ് സൈഡിൽ എ, ആ ചെറിയ എയുടെ ഉള്ളത് ഇപ്പുറത്ത് നമുക്ക് രണ്ടാമത്തെ സെൻറ്റൻസിന് അവിടെ എ എന്ന് എഴുതാം. അതാണ് ആദ്യത്തെ സെൻറ്റൻസ്. ഓക്കെ, ആദ്യത്തെ ചിത്രത്തിന് ബന്ധപ്പെട്ടത് അതാണ്, ദ നെസ്റ്റ് ഫെൽ ഡൗൺ, കൂട് താഴെ വീണിരിക്കുന്നു. രണ്ടാമത്തത് ബി, പട്ടി ഒരു കമ്പ് വലിച്ച് കടിച്ച് എലിക്കുന്നുണ്ട് അല്ലേ. അതേതാ വരിക നോക്കിയേ, ലാസ്റ്റ് സെൻറ്റൻസ്, കോളം ബിയിലെ ലാസ്റ്റ് സെൻറ്റൻസ്, റോക്കി സേവ് ദ മദർ ക്രോ. ഓക്കെ, അതാണ് അവിടെ മാച്ച് ആവുക അല്ലേ. മൂന്നാമത്തത് സി നോക്കൂ, എന്താണ് കാക്കയുടെ മേലെ മരക്കൊമ്പ് വീണ് കിടക്കുന്നു. ഇവിടെ ഏതാ വരിക, അത് ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. ഒന്നാമത്തെ സെൻറ്റൻസ്, കോളം ബിയിലെ ആദ്യത്തെ സെൻറ്റൻസ് നോക്കി, ദ ക്രോ ഗോട്ട് കോട്ട് അണ്ടർ എ ഫോളൻ ബ്രാഞ്ച്. വീണ് കിടക്കുന്ന ഒരു കഷ്ണത്തിൻ്റെ അടിയിൽ കാക്ക പെട്ടുപോയി. അടുത്തത് നാലാമത്തെ ചിത്രം നോക്കൂ, ഡി നോക്കൂ, എന്താണ് ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. മരത്തിൻ്റെ ശാഖ, മരത്തിൻ്റെ കമ്പ് കാറ്റത്ത് ഒടിഞ്ഞുപോയി. ഓക്കെ, മനസ്സിലായില്ലേ. ഇനി ഈ ഇവൻറ്റ്സ് ഈ ഓർഡറിൽ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതാനാണ് പറയുന്നത് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 5 നോക്കൂ, ഡയലോഗ്സ് ഓഫ് സം ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദ സ്പീക്കർ. ഓക്കെ, അവിടെ ഒരു 3 ഡയലോഗ്സ് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിച്ച സ്റ്റോറിയിലുള്ളതാണത്. ആ ഡയലോഗ് പറഞ്ഞത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ സ്പീക്കർ, ആ പറഞ്ഞയാളെ നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ആദ്യത്തെ സെൻറ്റൻസ്, പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ആരാ അങ്ങനെ പറയുന്നത്, പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ എന്ന്? റോക്കിയാണ് പറയുന്നത് അല്ലേ. ബീസ് ഇങ്ങനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ പറയുന്നതാണ് പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കി, ലീവ് മീ ലെറ്റ് മീ ക്യാച്ച് അപ്പ് ദ സ്ക്വിറിൽ. എന്നെ വിട്, ഞാൻ പോയിട്ട് ആ സ്ക്വിറിലിനെ പിടിക്കട്ടെ എന്നാരാ പറയുന്നത്? പൂച്ചയാണ് പറയുന്നത് അല്ലേ, ക്യാറ്റാണ് പറയുന്നത്. ആരോടാ പറയുന്നത്? റോക്കിയോട്. ഓക്കെ, സോ ആ പറയുന്നത് ക്യാറ്റാണ്. ഓക്കെ, ഇനി ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് കരഞ്ഞ ആളാരാണ്? മദർ ക്രോ. ദ മദർ ക്രോ ആണ് അല്ലേ. ആ മദർ ക്രോൻ്റെ മേലെ ആ മരക്കൊമ്പ് വീണപ്പോഴാണ് എന്താണ് മദർ ക്രോ കാക്ക അങ്ങനെ ഉച്ചത്തിൽ കരയുന്നത്. ഓക്കെ, എന്നെ ഹെൽപ്പ് ചെയ്യൂ എന്ന് വിളിച്ച് കരയുന്നത് മദർ ക്രോ ആണ്. ഓക്കെ, അടുത്ത നോക്കൂ, ആക്ടിവിറ്റി 6 ആണ്. റീഡ് ദ റിഡിൽസ് ഗിവൺ ബിലോ. മേക്ക് സ്യൂട്ടബിൾ റിഡിൽസ് ആൻഡ് റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഓക്കെ, വേറെ 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിന് പറ്റിയ റിഡിൽ നമ്മളോട് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ റിഡിൽ നോക്കൂ, ഐ ഹാവ് ലോങ് ഫെദേഴ്സ്. എനിക്ക് വലിയ ചിറകുകളുണ്ട്. ഐ ഡാൻസ് ഇൻ ദ റെയിൻ. ഞാൻ മഴയത്ത് ഡാൻസ് കളിക്കും. ഐ ആം വെരി ബ്യൂട്ടിഫുൾ. ഞാൻ വളരെ സുന്ദരിയാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ മനോഹരമായിട്ടുള്ളതാണ്. ഹു ആം ഐ. ഞാൻ ആരാണ്? നല്ല ചിറകുകളുള്ള മഴയത്ത് ഡാൻസ് കളിക്കുന്നയാൾ മയിലാണ് അല്ലേ, പീകോക്കാണ്. ഓക്കെ, യെസ്, ആ പിക്ചർ തന്നിട്ടുണ്ടല്ലോ. രണ്ടാമത്തത്, മൈ ബീക്ക് ഈസ് സ്ട്രോങ്. ഐ പെക്ക് ഓൺ ട്രീസ്. ഐ ഹാവ് ഫെദർ ക്രൗൺ. പിന്നെയോ ഹു ആം ഐ. എന്താ പറയുന്നത്? എൻ്റെ കൊക്കുകൾ വളരെ സ്ട്രോങ് ആണ്. പിന്നെ എന്താ പറയുന്നത്? ഐ പെക്ക് ഓൺ ട്രീസ്. ഞാൻ മരത്തിൽ ഇങ്ങനെ കുത്തും അല്ലേ, കുത്തി ഹോളുകൾ ഉണ്ടാക്കും. ഐ ഹാവ് എ ഫെദർ ക്രൗൺ. എനിക്ക് ചിറകുകളൊക്കെ ഉണ്ട് അല്ലെ, ഫെദർ കൊണ്ട് നല്ലൊരു ക്രൗൺ ഉണ്ട്. എന്താണ്, തലയിൽ വലിയ കിരീടമുണ്ട്. ഹു ആം ഐ. ഞാൻ ആരാത്? വുഡ് പെക്കറാണ് അല്ലേ, മരം കൊത്തിയാണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത് നോക്കാമല്ലോ. 2 ചിത്രം തന്നിട്ടുണ്ട്. ആരാണ്? ഒന്നാമത് നോക്കൂ, ഐ ഹാവ് 4 legs. എനിക്ക് 4 കാലുകളുണ്ട്. ഐ വാഗ് മൈ ടെയിൽ വെൻ ഐ ആം ഹാപ്പി. ഞാൻ എന്തെങ്കിലും വളരെ സന്തോഷമായ ഞാൻ എൻ്റെ വാലുകൾ ഇങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കും. ഐ ഗാർഡ് യുവർ ഹോം അറ്റ് നൈറ്റ്. രാത്രിയിൽ ഞാൻ നിങ്ങളുടെ വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഹു ആം ഐ? ഡോഗാണ് അല്ലേ, യെസ്. അടുത്ത നോക്കൂ, ഐ ആം ദ ബിഗ്ഗസ്റ്റ് ഓൺ ലാൻഡ്. ഞാനാണ് ഈ ലാൻഡിലെ കരയിലെ ഏറ്റവും വലിയ ജീവി ഞാനാണ്.
ഐ ഹാവ് ബിഗ് ഇയേഴ്സ്, എനിക്ക് വളരെ വലിയ ചെവികളുണ്ട്. ഐ ഹാവ് എ നോസ് ദാറ്റ് ഈസ് ലോങ് ആൻഡ് സ്ട്രോങ്, വലിയ എന്താണ് മൂക്കുണ്ട് എന്നാണ് പറയുന്നത്, തുമ്പിക്കൈ അല്ലേ. എനിക്ക് വലിയ മൂക്കുണ്ട്, അത് വളരെ സ്ട്രോങ് ആണ്, വളരെ നീളം കൂടിയതാണ്. ഹു ആം ഐ, ഞാൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. ആരാണ്? എലിഫൻ്റ് ആണ്. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 7 ആണ്. ഹിയർ ആർ ദ പിക്ചേഴ്സ് ഓഫ് സം ആനിമൽസ് ആൻഡ് ദെയർ യങ് വൺസ്. എന്താണ്? ചിത്രം തന്നിട്ടുണ്ട്, അതിൽ അമ്മമാരുടെയും മക്കളുടെയും അല്ലേ, ആനിമൽസിൻ്റെ അതിൻ്റെ കുഞ്ഞുങ്ങളുടെയും ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദ മിസ്സിംഗ് വേർഡ്സ് ഇൻ ദ സ്പേസ് ഗിവൺ. 1 ഈസ് ഡൺ ഫോർ യു. ഓക്കെ, സോ എന്താണ് അവിടെ? പശു, പശുവിൻ്റെ കുഞ്ഞ് എന്താ പറയുക? പശുവിന് കൗ എന്ന് പറയും, പശുവിൻ്റെ കുട്ടിക്ക് നമ്മൾ കാഫ് എന്ന് പറയും. ഓക്കെ, CALF, കാഫ്. എവിടെ L സൈലൻ്റ് ആണ്, കാഫ് എന്ന് വായിക്കും. ഓക്കെ, സോ അങ്ങനെ തന്നിരിക്കുന്ന ഓരോ ചിത്രത്തിൻ്റെയും എന്താണ് പേരിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്, മിസ്സിംഗ് ആയിട്ടുള്ള വേർഡ് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, നോക്കാമല്ലോ. ആദ്യത്തത് കൗ, കാഫ്. രണ്ടാമത്തത് പപ്പി തന്നിട്ടുണ്ട്. പപ്പി എന്ന് പറഞ്ഞാൽ ബേബിയാണ്, അതിൻ്റെ അമ്മ ഡോഗിന് എന്താ പറയുക? ഡോഗ് അല്ലേ? യെസ്, അതിൻ്റെ മുതിർന്നതിന് ഡോഗ് എന്ന് പറയും. ഓക്കെ, അടുത്ത നോക്കൂ, ചിക്ക് തന്നിട്ടുണ്ട്. ഇപ്പുറത്ത് വേണ്ടത് ബേർഡാണ്. ഓക്കെ, BIRD, ബേർഡ്. അടുത്തത് ക്യാറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ കുഞ്ഞിക്ക് എന്താ പറയുക? കിറ്റൺ, KITTEN, കിറ്റൺ. അടുത്തത് കിഡ് തന്നിട്ടുണ്ട്, ആട്ടിൻകുട്ടിയാണ്, അതിൻ്റെ ആടിന് ഗോട്ട് എന്ന് പറയും. ഓക്കെ, GOAT, ഗോട്ട്. അടുത്തത് ഔവ്ലെറ്റ് തന്നിട്ടുണ്ട്, എന്ന് വെച്ചാൽ മൂങ്ങക്കുട്ടി, അതിൻ്റെ അമ്മ മൂങ്ങി അല്ലെ അച്ഛൻ മൂങ്ങക്ക് ഔൾ എന്ന് പറയും കേട്ടോ, അതിൻ്റെ വലിയതിന് ഔൾ എന്ന് പറയും. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്തത് ഒരു കുഞ്ഞി പോയമാണ് ഹാപ്പിനെസ്. ലെറ്റ്സ് റീഡ് എ പോയം ആൻഡ് റിസൈറ്റ്. ഓക്കെ, നല്ലോണം വായിച്ച് നമുക്ക് ചൊല്ലി നോക്കാം. എന്താണ് ഹാപ്പിനെസ്? എ സീഡ് ഈസ് ഹാപ്പി. സീഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിത്ത് കേട്ടോ, വിത്ത്. എ സീഡ് ഈസ് ഹാപ്പി, ഒരു വിത്ത് ഹാപ്പിയാണ്. വെൻ ഇറ്റ് ബിക്കംസ് എ റൂട്ട്, അതൊരു റൂട്ട് എന്താണ് വേരായി മാറുമ്പോൾ സീഡ് വളരെ ഹാപ്പി ആകുന്നു. എ റൂട്ട് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ബഡ്. എന്താണ് എന്താ പറയുന്നത്? റൂട്ട് ഹാപ്പി ആകുന്ന എപ്പോഴാണ്? അത് ചെറിയൊരു മുള അല്ലേ, ചെറിയൊരു മുളയായിട്ട് പൊന്തി വരുമ്പോൾ റൂട്ട് ഹാപ്പി ആവും. എ ബഡ് ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ സ്റ്റെം. ബഡ് എപ്പോഴാണ് ഹാപ്പി ആവുക? ചെറിയൊരു കമ്പ് അല്ലേ, സ്റ്റെമ്മായിട്ട് പൊങ്ങി വരുമ്പോൾ എന്താണ്? ബഡ് ഹാപ്പി ആവും. ഓക്കെ, ആൻഡ് എ സ്റ്റെം ഈസ് ഹാപ്പി വെൻ ഇറ്റ് ബിക്കംസ് എ ഫ്ലവർ. ആ സ്റ്റെം എപ്പോഴാണ് ഹാപ്പി ആവുക? അതൊരു പൂവായിട്ട് പിന്നീട് മാറുമ്പോൾ, അതിൽ പൂക്കൾ ഉണ്ടാകുമ്പോൾ ആ മരം അല്ലെങ്കിൽ ആ ചെടി ഹാപ്പി ആകും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഹാപ്പിനെസ് എന്നുള്ള ചെറിയൊരു പോയമാണ്. ഓക്കെ, ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾക്ക് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, എന്താ ആക്ടിവിറ്റി ആയിട്ട് നോക്കി? നമ്മൾ നേരത്തെ പഠിച്ച പോയത്തിൻ്റെ ബേസ് ആയിട്ടാണ് അല്ലേ? യെസ്. മേക്ക് സിമിലർ സെൻറ്റൻസസ് യൂസിങ് ദ ക്ലൂസ് ഗിവൺ ബിലോ. എന്താണ്? താഴെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്, അതുപോലെയുള്ള സിമിലർ സെൻറ്റൻസ് നമ്മളോട് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, യെസ്. എന്താ നോക്കി? എ ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹിസ് ഫാമിലി ഈസ് സേഫ്. ഒരു ഫാദർ എപ്പോഴാണ് ഹാപ്പി ആവുക? അവൻ്റെ ഫാമിലി, കുടുംബം മൊത്തം എപ്പോഴും സുരക്ഷിതമായിരിക്കുമ്പോഴാണ് ഒരു അച്ഛൻ ഹാപ്പി ആയിട്ട് ഇരിക്കുക. അതുപോലെ നമുക്ക് ഒരു കോളത്തിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ കുറച്ച് ചെറിയ സെൻറ്റൻസ് തന്നിട്ടുണ്ട്. അതിന് രണ്ടിനെയും കൂടി കൂട്ടിച്ചേർത്ത് നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ഉണ്ടാക്കാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ടീച്ചർ, മദർ, ഫാദർ, ഗ്രാൻഡ് ഫാദർ, കിഡ്. ഓക്കെ, റൈറ്റ്സിൽ എന്താണ്? റൈറ്റ് സൈഡിൽ നോക്കൂ. ഗെറ്റ്സ് ലവ്, സ്റ്റുഡൻസ് ലേൺ വെൽ, ഗെറ്റ്സ് കെയർ, ഗെറ്റ്സ് എ ടോയ്, ഫാമിലി ഈസ് സേഫ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അതൊന്ന് ഉണ്ടാക്കിയിട്ട് നേരെ നമുക്കൊരു സെൻറ്റൻസ് കിട്ടി. എ ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹിസ് ഫാമിലി ഈസ് സേഫ്. അതുപോലെ നമുക്ക് എഴുതാം എന്ത്? ടീച്ചർ. ആദ്യം തന്നത് ടീച്ചറാണ് അല്ലേ? എ ടീച്ചർ ബിക്കംസ് ഹാപ്പി വെൻ ഹെർ സ്റ്റുഡൻസ് ലേൺ വെൽ. അവിടെ തന്നിട്ടുണ്ട് അല്ലേ? ടീച്ചർ. ഹെർ ആയാലും ഹിസ് ആയാലും കണക്ട് തന്നെ. ഓക്കെ, എ ടീച്ചർ ബിക്കംസ് ഹാപ്പി വെൻ ഹിസ് ഓർ ഹെർ സ്റ്റുഡൻസ് ലേൺ വെൽ. ഓക്കെ, അടുത്തത് എ മദർ. എ മദർ ബിക്കംസ് ഹാപ്പി വെൻ ഷീ ഗെറ്റ്സ് ലവ്. അവൾക്ക് സ്നേഹം കിട്ടുമ്പോഴാണ് അമ്മ ഹാപ്പി ആവുക. അടുത്തത് എ ഗ്രാൻഡ് ഫാദർ ബിക്കംസ് ഹാപ്പി വെൻ ഹീ ഗെറ്റ്സ് കെയർ. ഗ്രാൻഡ് ഫാദറിന് കെയർ, സ്നേഹം, ശ്രദ്ധ കിട്ടുമ്പോൾ ഗ്രാൻഡ് ഫാദർ ഹാപ്പി ആകും. എ കിഡ് ബിക്കംസ് ഹാപ്പി വെൻ ഹീ ഓർ ഷീ ഗെറ്റ്സ് എ ടോയ്. അല്ലേ? അവനായാലും അവൾക്കായാലും ഒരു ചെറിയ ടോയ്, കളിപ്പാട്ടം കിട്ടുമ്പോഴാണ് കിഡ് ഹാപ്പി ആവുക. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 9 ആണ്. ഹിയർ ഈസ് എ ഷോർട്ട് പോയം അബൌട്ട് എ പാരറ്റ്. റീഡ് ഇറ്റ്. ഓക്കെ, ഗ്രീൻ പാരറ്റ്. Okay, green parrot, how do you cry? Screech, screech, screech,
ഗോസ് മൈ ക്രൈ. എന്താ പറയുന്നത്? പച്ചത്തത്തെ നീ എങ്ങനെയാണ് കരയാൻ ചോദിക്കുമ്പോൾ പറയാണ് സ്ക്രീച്ച് 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 എന്നാണ് ഞാൻ കരയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റിയാണ് അടുത്തത് തന്നിട്ടുള്ളത്. നോക്കൂ, ആദ്യം തന്നിട്ടുള്ള നൗ റൈറ്റ് 4 lines എബൌട്ട് എ ക്രോ, ഗിവ് എ ടൈറ്റിൽ ടു. നമുക്ക് നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാം അല്ലേ, ഈസിയാണ്. ഓക്കെ, ബ്ലാക്ക് ബ്യൂട്ടി എന്നൊരു പേര് കൊടുത്തു കാക്കയ്ക്ക്. ഓക്കെ, ബ്ലാക്ക് ബ്യൂട്ടിയാണ് അല്ലേ. യെസ്, ബ്ലാക്ക് ക്രോ ഹൗ ഡു യു ക്രൈ, കാ 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 ഗോസ് മൈ ക്രൈ. ഓക്കെ, എങ്ങനെയാണ് കരയുക? കറുത്ത കാക്കയെ നീ എങ്ങനെയാണ് കരയാൻ ചോദിക്കുമ്പോൾ പറയാണ് കാ 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 എന്നാണ് ഞാൻ കരയുക അല്ലേ. അടുത്തത് റൈറ്റ് എ സ്റ്റാൻസ എബൌട്ട് എ ക്യാറ്റ്, ഗിവ് എ ടൈറ്റിൽ ടു. പൂച്ചേനെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു സ്റ്റാൻസ്, എന്താണ് 4 ലൈൻ എഴുതാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പേര് മിയാവ് മിയാവ് എന്ന് കൊടുത്തു കേട്ടോ. വൈറ്റ് ക്യാറ്റ് ഹൗ ഡു യു ക്രൈ, മിയാവ് 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 ഗോസ് മൈ ക്രൈ. ഓക്കെ, ഈസി അല്ലേ. അടുത്തത് നോക്കിയാൽ ആക്ടിവിറ്റി 10 എന്താ പറയുന്നത്? ഒബ്സർവ് ദ ബേർഡ്സ് അറൗണ്ട് യു ആൻഡ് പ്രിപ്പയർ എ ബേർഡ് വാച്ചിങ് ഡയറി ഇൻ യുവർ നോട്ട്ബുക്ക്. നിങ്ങളുടെ ചുറ്റുമുള്ള പക്ഷികളെ നിരീക്ഷിച്ചിട്ട് ചെറിയൊരു ബേർഡ് വാച്ചിങ് ഡയറി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് തയ്യാറാക്കാനാണ് പറയുന്നത് കേട്ടോ. മൈ ബേർഡ് വാച്ചിങ് ഡയറി ഇതുപോലെ തന്നെ കൊടുക്കാം നമുക്ക് അല്ലേ. ബോക്സൊക്കെ ആക്കിയിട്ട് എപ്പോഴാണ് കണ്ടത്, ഏത് ബേർഡിനെയാണ് കണ്ടത്, ഏത് സമയത്താണ് കണ്ടത് എന്നൊക്കെ നമുക്ക് എഴുതാം. ഡേറ്റ് ആൻഡ് ടൈം മേലെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് സങ്കല്പമായി ടീച്ചർ ജസ്റ്റ് ഇട്ടത് മാത്രമാണ് കേട്ടോ, ഒന്നും റിയലായിട്ട് ഞാൻ കണ്ടതല്ല. നിങ്ങൾ വാച്ച് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ എഴുതുക കേട്ടോ. പിന്നെ നെയിം ഓഫ് ദ ബേർഡ് പാരറ്റാണ്. കളർ എന്താണ്? ഗ്രീനാണ്. സൈസ് മീഡിയമാണ്. എന്താണ് ഞാൻ കാണുമ്പോൾ എന്തായിരുന്നു അത് ചെയ്യുന്നത്? ഈറ്റിംഗ് ഓർ സിംഗിങ് ആണ്. പിന്നെയോ എവിടെയാണ് കണ്ടത്? ഓൺ ദ ട്രീ. ഓക്കെ, അതുപോലെ കാക്കയെക്കുറിച്ച് എഴുതാം. ബ്ലാക്ക് കളറാണ്, മീഡിയം സൈസാണ്, ഫ്ലൈയിങ് കാണുമ്പോൾ എന്താണ് പറക്കലായിരുന്നു, അല്ലെങ്കിൽ കോയിങ് എന്ന് വെച്ചാൽ കരയലായിരുന്നു. കാക്ക എന്ന് കരയുന്ന സൗണ്ടിനാണ് കോയിങ് എന്ന് പറയും. ഓക്കെ, പിന്നെ എവിടെയാണ് കണ്ടത്? ബിസൈഡ് മൈ ഹോം, എൻ്റെ വീടിൻ്റെ അടുത്താണ് കണ്ടത്. പിന്നെ ഈഗിൾ ബ്രൗൺ കളറാണ്, വലിയ സൈസാണ്, ഇങ്ങനെ ഡൈവ് ചെയ്ത് പറക്കലായിരുന്നു. എവിടെയാണ് കണ്ടത്? ആകാശത്തിലാണ് കണ്ടത്. ഇങ്ങനെ നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ച് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ കണ്ട കാര്യം എഴുതാം. ഓക്കെ, നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ചുറ്റിലും ഒരുപാട് ബേർഡ്സ് ഉണ്ടാവും. നിങ്ങളെ നോക്കിയിട്ട് ഏകദേശം ഒരു ടൈമൊക്കെ കറക്റ്റായിട്ട് എന്താണ് അത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ എഴുതുക കേട്ടോ മക്കളെ. ഓക്കെ, അടുത്തത് റീഡ് ആൻഡ് റിജോയ്സ് ആണ്. ഓക്കെ, ചെറിയ കഥയാണത്. ഓക്കെ, വായിക്കാം. ഹൂ ഈസ് സ്ട്രോങ്ങർ എന്നുള്ള ഒരു കുട്ടിക്കഥയാണ്. ഓക്കെ, വൺ ഡേ ദ സൺ ആൻഡ് ദ വിൻഡ് വെർ ആർഗ്യൂയിങ് എബൌട്ട് ദെയർ സ്ട്രെങ്ത്. ആരൊക്കെയാണ്? ഒരു ദിവസം സൂര്യനും കാറ്റും തമ്മിൽ ആരാണ് ശക്തൻ, ഞാനാണ് ശക്തൻ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യലായിരുന്നു. ഓക്കെ, ലുക്ക് ഐ ആം സ്ട്രോങ്, ഐ ക്യാൻ ബ്ലോ എവേ എനിത്തിങ്. എന്താ കാറ്റ് പറയുന്നത് നോക്ക്? ഞാനാണ് കരുത്തൻ, ഞാനാണ് സ്ട്രോങ്, എനിക്ക് എന്ത് വേണമെങ്കിലും ഊതി പറപ്പിച്ച് കളയാൻ കഴിയുമെന്ന് കാറ്റ് പറയുന്നു. അപ്പോൾ സൂര്യൻ പറയലാണ് നോ ഐ ആം സ്ട്രോങ്ങർ ദാൻ യു, ഐ ക്യാൻ മേക്ക് എവ്രിത്തിങ് വാങ്. എന്താണ്? ഞാനല്ല നീയല്ല, ഞാനാണ് കൂടുതൽ ശക്തൻ, എനിക്ക് എന്തിനേയും ഭയങ്കര ചൂടാക്കിയിട്ട് എന്താണ് ചൂടാക്കാനുള്ള ശക്തി എനിക്കുണ്ട്, സോ ഞാനാണ് ശക്തനെന്ന് സൂര്യൻ പറഞ്ഞു. ദേ സോ എ മാൻ വാക്കിംഗ്. അപ്പോൾ അവരിങ്ങനെ ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ അവിടെ കൂടി വഴിയിലേക്കൂടി നടന്നു പോകുന്നു അവർ കണ്ടു. അപ്പോൾ വിൻഡ് എന്താ പറയുന്നത്? ഐ ക്യാൻ ബ്ലോ എവേ ഹിസ് ഷർട്ട്, എനിക്ക് അവൻ്റെ ഷർട്ട് ഊതി പറപ്പിച്ച് കളയാൻ പറ്റുമെന്ന് വിൻഡ് പറഞ്ഞു. ദ വിൻഡ് സ്റ്റാർട്ടഡ് ടു ബ്ലോ. എന്താണ്? കാറ്റിങ്ങനെ വീശാൻ തുടങ്ങി. ദ വിൻഡ് ട്രൈഡ് ടു ടേക്ക് എവേ ദ മാൻസ് ഷർട്ട് ബട്ട് ഹി ഹെൽഡ് ഓൺ ടു ഇറ്റ്. ഓക്കെ, എന്താ പറയുന്നത്? കാറ്റ് നല്ല ശക്തിയായിട്ട് ഇങ്ങനെ വീശിയപ്പോൾ എന്താണ്? മനുഷ്യന് തണുപ്പായി അല്ലേ? ഹൗ കോൾഡ് ഇറ്റ് ഈസ് എന്ന് പറയുന്നുണ്ട് അല്ലേ? സോ അയാൾക്ക് ഭയങ്കര തണുപ്പായപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഷർട്ട് ഇങ്ങനെ മുറുക്ക പിടിച്ചു. ഹി ഹെൽഡ് ഓൺ, മുറുക്ക പിടിച്ചു. അത് ഓക്കെ, വിടാണ്ട് മുറുക്ക പിടിച്ചു. അപ്പോൾ കാറ്റിന് എന്താണ് ഷർട്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഷർട്ട് ഇറുക്കി പിടിക്കരുത്. അതിന് കാറ്റിന് ആ ഷർട്ടിന് ഊരിക്കളയാൻ പറ്റിയില്ല. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിക്കുന്നത് നോക്കൂ. അപ്പോൾ സൂര്യപ്പോൾ എന്താണ് അവിടെ കാറ്റിന് പറ്റിയിട്ടില്ല. ഓക്കെ, ഇനി സൂര്യൻ പറയലാണ് നൗ ഇറ്റ്സ് മൈ ടേൺ, ഇനി എൻ്റെ ടേൺ ആണ്. ഓക്കെ, എൻ്റെ ചാൻസ് ആണ്, ഇനി ഞാൻ ട്രൈ ചെയ്തിട്ട് എന്ന് ആര് പറഞ്ഞു? സൂര്യൻ പറഞ്ഞു. ദ സൺ സ്റ്റാർട്ടഡ് ബ്ലേസിങ്, ദ മാൻ ടുക്ക് ഓഫ് ഹിസ് ഷർട്ട്. എന്താണ്? സൂര്യൻ അങ്ങ് ശക്തിയിലങ്ങ് പ്രകാശിക്കാൻ തുടങ്ങി. ഓക്കെ, നല്ല എന്താണ് ചൂടങ്ങ് കൊടുക്കാൻ തുടങ്ങി. എന്താ പറ്റുക? നമുക്ക് വളരെ ചൂട് വന്നാൽ നമ്മൾ അറിയാണ്ട് ഡ്രസ്സൊക്കെ അങ്ങോട്ട് എന്താണ് മേലെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് നമ്മൾ വീശുമല്ലേ, എൻ്റെ അമ്മോ എന്തൊരു ചൂടാന്ന് പറഞ്ഞിട്ടല്ലേ. മനുഷ്യൻ എന്ത് ചെയ്തു? അയാളുടെ ഷർട്ട് ഊരി. എന്നിട്ട് പറയാണ് വാട്ട് എ സ്ട്രേഞ്ച് ഡേ, ഇറ്റ് വാസ് കോൾഡ് ഏർലിയർ, നൗ ഇറ്റ്സ് ഹോട്ട്. എന്ത് സ്ട്രേഞ്ച് ആയിട്ടുള്ള ദിവസമായി. കുറച്ച് നേരത്തെ ഭയങ്കര കാറ്റായിരുന്നു, തണുപ്പായിരുന്നു, ഇപ്പം ഭയങ്കര ചൂടായി എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ ഷർട്ട് ഊരി.
അപ്പോൾ എന്താണ് കാറ്റ് പറയുന്നത്? ഐ അഗ്രി, യു ആർ സ്ട്രോങ്ങർ ദാൻ മീ. ഓക്കെ, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ തോൽവി സമ്മതിക്കുന്നു, നീ തന്നെയാണ് എന്നെക്കാളും ശക്തൻ എന്ന് കാറ്റ് പറയലാണ്. അപ്പോൾ എന്താ സൂര്യൻ പറയുന്നത്? യു ആർ ടു ഇൻ യുവർ ഓൺ വേ. നീയും ശക്തൻ തന്നെയാണ് നിൻ്റെതായ രീതിയിൽ. ഓക്കെ, ഞാൻ മാത്രമല്ല നീയും ശക്തനാണ് എന്നാണ് സൂര്യൻ തിരിച്ച് കാറ്റിനോട് പറയുന്നത്. ഓക്കെ, ദേ ലിവ്ഡ് ഇൻ ഹാർമണി ദർ ആഫ്റ്റർ. അങ്ങനെ അവർ രണ്ടാളും പിന്നീട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഐക്യത്തോടു കൂടി ജീവിച്ചു അല്ലേ. അവിടെ രണ്ടാളും കോംപ്രമൈസ് തയ്യാറായി, രണ്ടാളും ശക്തന്മാരാണ് എന്ന് കോംപ്രമൈസിൽ തയ്യാറായി. എന്താണ് പിന്നീട് ഹാപ്പി ആയിട്ട് അവർ ജീവിച്ചു. ഓക്കെ, ഹാർമണിയിൽ ഐക്യത്തോടു കൂടി ഒത്തൊരുമയോടുകൂടി ജീവിച്ചു. ഓക്കെ, അടുത്ത നോക്കൂ. ആക്ടിവിറ്റി 11 ആണ് റീകാസ്റ്റ്. ഓക്കെ, ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. ഓക്കെ, റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. ഓക്കെ, നമ്മുടെ സ്വന്തം വേർഡ്സിൽ ഈ കഥേനെ നമ്മളോട് തിരിച്ചെഴുതാനാണ് പറയുന്നത്. ഓക്കെ, അവർ കുറച്ച് ക്ലൂസ് എന്താണ് ഒരു ഇത് തന്നിട്ടുണ്ട്, അതുപോലെ നമ്മളോട് എഴുതാനാണ് പറയുന്നത് കേട്ടോ. ഹൂ വോക്കപ്പ് റോക്കി? ആരാ റോക്കിയെ ഉറക്കം ഞെട്ടിച്ചത്? വാട്ട് ഡിഡ് റോക്കി സീ? റോക്കി എന്താണ് കണ്ടത്? എന്താണ് നോക്കൂ, കാക്ക ഉറക്കം ഞെട്ടിക്കുന്നു. പിന്നെ പൂച്ച സ്ക്യൂരിലിൻ്റെ പുറകെ ഓടുന്നത് റോക്കി കണ്ടു. പിന്നെ വാട്ട് ഡിഡ് ദ ക്രോ ഡു? ക്രോ റോക്കിക്ക് ചുറ്റും പറന്നു അല്ലേ. വാട്ട് ഡിഡ് റോക്കി ഡു ദെൻ? റോക്കി അതിൻ്റെ പിൻകാലുകൾ എഴുന്നേറ്റ് നിന്നു. പിന്നെയോ ഹൂ സ്നാച്ച് ദ ബോൺ ഫ്രം റോക്കി? റോക്കിയുടെ കയ്യിൽ നിന്ന് ആരാണ് ബോൺ സ്നാച്ച് തട്ടിയെടുത്ത് കൊണ്ടുപോയത്? കാക്ക അല്ലേ. യെസ്. വാട്ട് ഹാപ്പൻ ടു ദ ക്രോസ് നെസ്റ്റ് ഓൺ ദ റെയിനി ഡേ? വലിയ മഴയുള്ള ഒരു ദിവസം എന്താണ് കാക്കയുടെ കൂടിന് പറ്റിയത്? പൊട്ടിത്താഴെ വീണു അല്ലേ. വാട്ട് ഹാപ്പൻ ടു ദ മദർ ക്രോ? മദർ ക്രോയ്ക്ക് എന്ത് പറ്റി? അതിൻ്റെ മേലെ ഒരു മരക്കമ്പ് വീണു. ഓക്കെ, ഹൂ സേവ്ഡ് ദ മദർ ക്രോ? റോക്കി സേവ്ഡ് ദ മദർ ക്രോ. ഓക്കെ, ഇത്രയും ഇത് തന്നിട്ടുണ്ട്. നമുക്ക് ഒരു 8 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് ആ കഥ ഒന്ന് വിപുലീകരിച്ച് എഴുതാനാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, യെസ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ചിത്രവും വരയ്ക്കാം. നമ്മൾ ഇതിന് എന്താണ് കഥ എഴുതിയതിന് ശേഷം നമ്മളോട് സ്വന്തമായിട്ട് ചിത്രവും വരയ്ക്കാനാണ് പറയുന്നത് കേട്ടോ. യെസ്, നോക്കൂ എങ്ങനെ എഴുതിയെന്ന് നോക്കാമല്ലോ നമുക്ക്. റോക്കി എ ലിറ്റിൽ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. എന്താണ് റോക്കി എന്ന പേരുള്ള ഒരു കുഞ്ഞി പട്ടിക്കുട്ടി ഒരു മരത്തിൻ്റെ അടിയിൽ റെസ്റ്റ് ചെയ്യലായിരുന്നു. സം ബീസ് ബസ്ഡ് അറൗണ്ട് ഹിം ആൻഡ് ഹി ഫെൽറ്റ് അനോയ്ഡ്. കുറച്ച് തേനീച്ചകൾ അവന് ചുറ്റും പറന്നിട്ട് അവന് അത് വലിയ ശല്യമായി തോന്നി. എ ക്രോ ഫ്ലൂ അറൗണ്ട് ദ ബീസ് ആൻഡ് ദാറ്റ് മെയ്ഡ് റോക്കി വേക്ക് അപ്പ്. എന്താ പറയുന്നത്? ഒരു കാക്ക ഈ ബീസിൻ്റെ അല്ലേ തേനീച്ചകളെ ചുറ്റും പറന്നിട്ട് ആ ഒച്ച കേട്ടിട്ട് റോക്കി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽറ്റു. ലേറ്റർ റോക്കി സോ എ ക്യാറ്റ് ചേസിങ് എ സ്ക്യൂരിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ റോക്കി എന്ത് കണ്ടു? ഒരു പൂച്ച ഒരു സ്ക്യൂരിലിനെ അണ്ണാനെ ഓടിക്കുന്നത് കണ്ടു, ചേസ് ചെയ്യുന്നത് കണ്ടു, അതിൻ്റെ പുറകെ ഓടുന്നത് കണ്ടു. റോക്കി ഓൾസോ സ്റ്റാർട്ടഡ് ടു ചേസ് ദ ക്യാറ്റ് ഫോർ ഫൺ. റോക്കി എന്ത് ചെയ്തു? ആ പൂച്ചയുടെ പുറകെ ഓടാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടി, കളിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫണ്ണിന് വേണ്ടി ചെയ്തതാണത്. ഓക്കെ, പിന്നെയോ ദ ക്രോ. ഓക്കെ, പിന്നെന്താണ്? ഓക്കെ, ദ സ്ക്വിരിൽ ക്വിക്ലി റാൻ അപ്പ് എ ട്രീ ആൻഡ് വാസ് സേഫ്. അങ്ങനെ പൂച്ചയുടെ പുറകെ റോക്കി ഓടിയപ്പോൾ അത് കണ്ടിട്ട് റോക്കിയും പൂച്ചയും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് സ്ക്വിരിൽ എന്ത് ചെയ്തു? പെട്ടെന്ന് ആ മരച്ചില്ലകളുടെ ഇടയിലേക്ക് കയറി രക്ഷപ്പെട്ടു. ഓക്കെ, ദ ക്രോ ബിക്കേം വറീഡ് അബൌട്ട് ഹെർ നെസ്റ്റ് ആൻഡ് ദ ബേബി ചിക്സ് ഇൻസൈഡ്. അന്നേരം എന്താണ്? കാക്കയ്ക്ക് പെട്ടെന്ന് പേടിയായി അല്ലേ, ഈ പട്ടിയണി മേലെ കയറിയിട്ട് മരത്തിൻ്റെ മേലെയുള്ള എൻ്റെ കൂടും അതിനകത്തുള്ള എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നശിപ്പിക്കുമോ എന്നോർത്തിട്ട് പെട്ടെന്ന് കാക്കയ്ക്ക് പേടിയായി. ഓക്കെ, ഷീ തോട്ട് റോക്കി മൈറ്റ് ഹേർട്ട് ദം. എന്താണ്? റോക്കി അവരെ ഹേർട്ട് ചെയ്യും അല്ലേ എന്ന് കാക്കയ്ക്ക് തോന്നി. ഹേർട്ട് ചെയ്യാന്നാണ് ഉപദ്രവിക്കുക അല്ലേ. സോ ഷീ സ്റ്റാർട്ടഡ് സർക്ലിംഗ് അറൗണ്ട് ഹിം. എന്താണ്? ഈ പട്ടിയുടെ ചുറ്റും ഇങ്ങനെ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. റോക്കി ബിക്കേം അനോയ്ഡ് ആൻഡ് സ്റ്റുഡ് അപ്പ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്. എന്താണ്? വളരെ ശല്യം പോലെ, ദേഷ്യം പോലെ തോന്നിട്ട് റോക്കി എന്ത് ചെയ്തു? അവൻ്റെ പിൻകാലുകൾ എഴുന്നേറ്റ് നിന്നു ദേഷ്യത്തോടു കൂടി. ഓക്കെ, എന്താണ്? കാക്കയെ പിടിക്കാൻ വേണ്ടിയിട്ട് ദേഷ്യത്തോടു കൂടി നിന്നത് അല്ലേ. യെസ്. അടുത്ത നോക്കൂ. സൂൺ ദ ബ്ലൂ സ്കൈ ടേൺ ഡാർക്ക് ആൻഡ് ഇറ്റ് ബിഗാൻ ടു റെയിൻ. പെട്ടെന്ന് നല്ല നീല ആകാശമൊക്കെ കൂടി ഇരുണ്ട് കൂടി മഴ പെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ എ വൈൽ റോക്കി ഹേർഡ് എ സൗണ്ട്. ഹേർഡ് എ സോഫ്റ്റ് സൗണ്ട്, കിയോ കിയോ. ഓക്കെ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റോക്കി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ട് കേട്ടു. എന്താണ്? കിയോ കിയോ എന്ന് എന്തോ പക്ഷിക്കുട്ടി കരയുന്ന പോലത്തെ സൗണ്ട് റോക്കി കേട്ടു. ഹി ലുക്ക് ഡൗൺ ആൻഡ് സോ ദ ബേബി ചിക്സ് ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട്. റോക്കി എന്താണ് ഇങ്ങനെ ചുറ്റും നോക്കിയല്ലേ. അപ്പോൾ എന്താ കണ്ടത്? ആ കാക്കക്കുട്ടികൾ നിലത്ത് വീണ് കിടന്ന് കരയുന്നതാണ് കണ്ടത്. ഓക്കെ, ദേ വെർ വെറ്റ് ആൻഡ് ഷിവറിങ്. അവർ മുഴുവൻ നനഞ്ഞ് കുതിർന്ന് ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. റോക്കി ഫെൽറ്റ് സാഡ് ഫോർ ദം. റോക്കിക്ക് ഭയങ്കര സങ്കടം തോന്നി അവരോട്. ഓക്കെ, അവരോട് വല്ലാത്തൊരു സ്നേഹം തോന്നി അല്ലേ, സങ്കടം തോന്നി അവരോട്.
ജസ്റ്റ് ദെൻ ഹി ഹേർഡ് അനദർ ക്രൈ. പെട്ടെന്ന് അവൻ മറ്റൊരു കരച്ചിൽ കേട്ടു. ദ മദർ ക്രോ വാസ് സ്റ്റക്ക് അണ്ടർ എ ഹെവി ബ്രാഞ്ച്. വലിയൊരു മരത്തിൻ്റെ ശാഖയുടെ അടിയിൽ, അല്ലേ, കൊമ്പിൻ്റെ അടിയിൽ അമ്മ കാക്ക കുരുങ്ങിക്കിടക്കുന്നത് റോക്കി കണ്ടു. റോക്കി പുൾഡ് ദ ബ്രാഞ്ച് വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. മുഴുവൻ ശക്തി ഉപയോഗിച്ച് ആ മരക്കൊമ്പ് വലിച്ചു. അറ്റ് ലാസ്റ്റ് ഹി മൂവ്ഡ് ഇറ്റ് ആൻഡ് സേവ്ഡ് ദ ക്രോ. ഓക്കെ, അറ്റ് ലാസ്റ്റ്, അവസാനം ആ കാക്കയെയും കാക്ക കുഞ്ഞുങ്ങളെയൊക്കെ റോക്കി രക്ഷിച്ചു. ഓക്കെ, ദ ക്രോ വാസ് വെരി ഹാപ്പി ആൻഡ് താങ്ക്ഫുൾ. കാക്കയ്ക്ക് വളരെ സന്തോഷവും വളരെ നന്ദിയുള്ളവനായി. ആരോട്? റോക്കിയോട്, അല്ലേ. റോക്കി സ്മൈൽഡ് ആൻഡ് സെഡ് ടേക്ക് കെയർ ആൻഡ് വാക്ക് എവേ. റോക്കി സന്തോഷത്തോട് വെറുതെ പുഞ്ചിരിച്ചു. നന്ദി പറഞ്ഞപ്പോൾ കാക്ക റോക്കിയോട് നന്ദി പറഞ്ഞപ്പോൾ റോക്കി ജസ്റ്റ് ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തിട്ട് ടേക്ക് കെയർ, നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ലോണം ടേക്ക് കെയർ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് റോക്കി നടന്നു പോയി. ഓക്കെ, നല്ലൊരു സ്റ്റോറിയാണല്ലേ നമ്മൾ പഠിച്ചത്. അടുത്ത നോക്കി ആക്ടിവിറ്റി 12 ആണ്. ഒബ്സർവ് ദ പിക്ചേഴ്സ്, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. ഈ പിക്ചർ ഇതെല്ലാം കണ്ടിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റീവ് സ്പേസ് തന്നിട്ടുണ്ട്, അല്ലേ, അതിലെഴുതാനാണ് പറയുന്നത് കേട്ടോ. സ്വന്തമായിട്ട് എഴുതി നോക്കാമല്ലോ നമുക്ക്. ഓക്കെ, നോക്കൂ, ആ ചിത്രമെല്ലാം കണ്ടിട്ടില്ലേ? ഇനി നമുക്കൊരു സ്റ്റോറി ഉണ്ടാക്കാം കേട്ടോ. സ്റ്റോറിക്ക് ഒരു പേര് കൊടുത്തത്? എ ഗാർഡൻ ഫോർ ഓൾ. എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പൂന്തോട്ടം. ഓക്കെ. വൺ ഡേ ബണ്ണി എ ലിറ്റിൽ റാബിറ്റ് സോ എ ഡ്രൈ ലാൻഡ് വെർ നത്തിങ് ഗ്രൂ. ഒരു ദിവസം ബണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുയൽ, അല്ലേ, ചെറിയൊരു മുയൽ ഒരു ലാൻഡ് കണ്ടു, ഒരു ഏരിയ, ഒരു ഭൂമി കണ്ടു. മുഴുവൻ ഇങ്ങനെ ഉണങ്ങിക്കിടക്കലാണ്. അവിടെ ഒന്നും നട്ടിട്ടൊന്നുമില്ലാത്ത ഉണങ്ങിയൊരു ലാൻഡ് കണ്ടു, ഒരു ഭൂപ്രദേശം കണ്ടു. ബണ്ണി ഹാഡ് എൻ ഐഡിയ. ബണ്ണിക്ക് പെട്ടെന്നൊരു ഐഡിയ വന്നു. ഓക്കെ, ബണ്ണി ഹാഡ് എ ബിഗ് ഐഡിയ. പെട്ടെന്നൊരു നല്ലൊരു ഐഡിയ വന്നു. ഹി വാണ്ടഡ് ടു ടേൺ ദ എംപ്റ്റി ലാൻഡ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ ഗാർഡൻ. അവന് ആ എംപ്റ്റി ആയിട്ടുള്ള ലാൻഡ് നല്ലൊരു ഭംഗിയുള്ളൊരു ഗാർഡൻ ആക്കി, പൂന്തോട്ടമാക്കി മാറ്റണമെന്ന് ബണ്ണിക്ക് പെട്ടെന്ന് തോന്നി. ഫുൾ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ്. മുഴുവൻ ചെടികളും പൂക്കളൊക്കെയുള്ള നല്ലൊരു പൂന്തോട്ടമാക്കി മാറ്റണമെന്ന് ബണ്ണിക്ക് തോന്നി. ഹി കോൾഡ് ഹിസ് ഫ്രണ്ട്സ്. അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു. ആരൊക്കെയാ? ദ മൗസ്, എലി, ദ ക്രോ, കാക്ക, ദ ഡിയർ, അല്ലേ, മാൻ, ദ എലിഫൻറ്റ് ആൻഡ് ദ കൗ, ആനയും പശുവിനെയും ഒക്കെ വിളിച്ചു. ആൻഡ് ഷെയർഡ് ഹിസ് ഐഡിയ. എന്നിട്ട് അവൻ്റെ ഐഡിയ അവരോടൊക്കെ പറഞ്ഞു. എവ്രി വൺ ഗോട്ട് എക്സൈറ്റഡ് ആൻഡ് വാണ്ടഡ് ടു ഹെൽപ്പ്. എല്ലാവരും അത് കേട്ടപ്പോൾ വളരെ എക്സൈറ്റഡ്, വളരെ ആകാംക്ഷയോടുകൂടി അവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയായി. ദേ ഡിവൈഡഡ് ദെയർ ഡ്യൂട്ടീസ്. അവരൊക്കെ അവരുടെ ഡ്യൂട്ടീസ് ഞാൻ ചെയ്യാമെന്ന് കൊണ്ട് അവരവരുടെ കർത്തവ്യങ്ങൾ, ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. ദ മൗസ് ഡഗ് സ്മോൾ ഹോൾസ് ഇൻ ദ ഗ്രൗണ്ട്. എലി എന്ത് ചെയ്തു? അവിടെ മണ്ണിൽ ചെറിയ ചെറിയ കുഴികളുണ്ടാക്കി. ഓക്കെ, എന്നിട്ടോ ദ ക്രോ ഫ്ലൂ ഓഫ് ആൻഡ് ബോട്ട് സീഡ്സ്. പറന്ന് നടന്നിട്ട് കുറേ വിത്തുകൾ കൊണ്ടുവന്നിട്ട് കാക്ക കൊണ്ടുവന്നു. ഓക്കെ, ദ എലിഫൻറ്റ് സ്പ്രേഡ് വാട്ടർ വിത്ത് ഹിസ് ട്രങ്ക്. കാക്ക വിത്തുകൾ കൊണ്ടുവന്നിട്ട് ആ കുഴിക്കകത്തെല്ലാം ഇട്ടു, അല്ലേ. എലിഫൻ്റ് എന്ത് ചെയ്തു? അതിൻ്റെ തുമ്പിക്കൈ കൊണ്ട് വെള്ളം കൊണ്ടുവന്നിട്ട് അതിനൊക്കെ നനച്ചു കൊടുത്തു. ദ കൗ ആഡഡ് കമ്പോസ്റ്റ് ടു മേക്ക് ദ സോയിൽ റിച്ച്. കൗ അതിൻ്റെ ചാണകം, അല്ലേ, അതിൻ്റെ കമ്പോസ്റ്റ്, അതിൻ്റെ വളം എന്ത് ചെയ്തു? അതിനൊക്കെ കൊണ്ടുപോയിട്ട് ഈ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തു. ഈച്ച് ആനിമൽ ഡിഡ് ഇറ്റ്സ് പാർട്ട് വിത്ത് ലവ് ആൻഡ് കെയർ. എല്ലാ ആനിമലും അവർക്ക് കിട്ടിയ ഡ്യൂട്ടി അവർ വൃത്തിയായിട്ട് ചെയ്തു. സ്നേഹത്തോടു കൂടി ആ ചെടിയെ പരിപാലിച്ചു. സൂൺ ലിറ്റിൽ ഗ്രീൻ പ്ലാന്റ്സ് ബിഗാൻ ടു ഗ്രോ. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ പച്ച ചെടികൾ അതിൻ്റെ അകത്ത് ഉണ്ടാവാൻ തുടങ്ങിയല്ലേ, ചെടികൾ വളരാൻ തുടങ്ങി. ദ ഫ്രണ്ട്സ് വിസിറ്റഡ് ദ ഗാർഡൻ എവ്രി ഡേ. ആ കൂട്ടുകാർ എല്ലാ ദിവസവും ആ പൂന്തോട്ടത്തിൽ വന്നു. ദ കെയർഡ് ഫോർ ആൻഡ് വാട്ടേർഡ് ദ പ്ലാന്റ്സ്. അവർ ആ ചെടികളെ സംരക്ഷിച്ചു, അതിന് വെള്ളം ഒഴിച്ചു. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഗാർഡൻ വാസ് ഫുൾ ഓഫ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രഷ് ഗ്രീൻ ലീവ്സ്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആ ഗാർഡൻ നല്ല ഭംഗിയുള്ള ഒരു പൂന്തോട്ടമായി, മുഴുവൻ പച്ച ഇലകളൊക്കെയുള്ള നല്ലൊരു പൂന്തോട്ടമായി മാറി. ബട്ടർഫ്ലൈസ് ആൻഡ് കളർഫുൾ ബേർഡ്സ് സ്റ്റാർട്ടഡ് കമ്മിങ് ടു ദ ഗാർഡൻ. പൂമ്പാറ്റകളും കളർഫുള്ളായിട്ടുള്ള വളരെ നിറങ്ങളുള്ള, അല്ലേ, വളരെ മനോഹരമായിട്ടുള്ള പക്ഷികളൊക്കെ ആ ഗാർഡനിലേക്ക് വരാൻ തുടങ്ങി. വിച്ച് മെയ്ഡ് ഓൾ ദ ആനിമൽസ് വെരി ഹാപ്പി. ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ, അല്ലേ, പൂമ്പാറ്റകളും പക്ഷികളൊക്കെ വരുമ്പോൾ എല്ലാവരും ഹാപ്പിയായി. ദ ഡ്രൈ ലാൻഡ് ഹാഡ് ടേൺഡ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ പാരഡൈസ്. ആ ഡ്രൈ ആയി ഉണങ്ങിക്കിടന്ന വരണ്ട ഭൂപ്രദേശം ഒരു ഭംഗിയുള്ള, അല്ലേ, പാരഡൈസ്, സ്വർഗം പോലെ മനോഹരമായ ഒരു നല്ലൊരു ഗാർഡനായി മാറി. ഓൾ ബിക്കോസ് ഓഫ് ദ ഫ്രണ്ട്സ് വർക്ക്ഡ് ടുഗെദർ. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്?
എല്ലാ കൂട്ടുകാരും ഒത്തൊരുമയോട് കൂടി പ്രയത്നിച്ചത് കൊണ്ടാണ് അത് അങ്ങനെയായി മാറിയത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു നല്ലൊരു കുഞ്ഞി കഥ. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 13 ആണ്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ദ ലിസ്റ്റ് ഓഫ് ആനിമൽസ് ഗിവൺ ബിലോ. പിക്ചർ കാണുക, എന്നിട്ട് കുറേ ആനിമൽസിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്, അതിനെ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, റൈറ്റ് ദ കറസ്പോണ്ടിങ് നമ്പർ ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ലിസ്റ്റ് ദ ആനിമൽസ് ഇൻ ദ ആൽഫബറ്റിക്കൽ ഓർഡർ ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ, താഴെ അവരുടെ ആനിമൽസിൻ്റെ ഒക്കെ പേരും താഴെ തന്നിട്ടുണ്ട്. ആ പേര് നോക്കിയിട്ട് നമ്മൾ കാണുന്ന ചിത്രത്തിന് നേരെ ആ നമ്പർ ഇട്ട് കൊടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇവരെ നമ്മൾ നോട്ട്ബുക്കിലേക്ക് പേര് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അവിടെ കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഓരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ നമ്പർ വരുന്നത് അടുത്ത ഇതിൻ്റെ അകത്താണ് അല്ലേ? നോക്കിയേ, എന്താണ് ഒന്നാമത്തെ ചിത്രം? എന്താണ്? യാക്കാണ്. ഓക്കെ, കണ്ടോ അവിടെ യാക്കാണ് 1. രണ്ടാമത്തത് ലയണാണ്. പിന്നെ എന്താണ് മൂന്നാമത്തത്? ആരാ നോക്കിയേ, എലിഫൻ്റ് ആണ് മൂന്നാമത്തത്. ഓക്കെ, അങ്ങനെ എല്ലാത്തിനും അവിടെ 4ാമത്തെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ. ഓക്കെ, അതിനുശേഷം അടുത്ത പേജിൽ എന്താണ്? ആൽഫബറ്റിക്കൽ ഓർഡറിൽ 26 എണ്ണത്തിനും കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു ആരെങ്കിലും? എന്താണ് അവിടുത്തെ പ്രത്യേകത? ആൽഫബറ്റിക്കൽ ഓർഡറിൽ വന്നപ്പോഴത്തേക്കും 26 എന്താ ഉള്ളത്? ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ 26 അക്ഷരങ്ങളുണ്ട് അല്ലേ? ആ ഓർഡറിലാണ് വന്നിട്ടുള്ളത്. നോക്കൂ, അലിഗേറ്റർ, ബെയർ, ചിമ്പാൻസി, ഡീർ, എലിഫൻറ്റ്, ഫോക്സ്. നോക്കൂ, ABCDEFGHIJK അങ്ങനെ Z വരെ വന്നിട്ടുണ്ട് അല്ലേ? സീബ്ര വരെ വന്നു. മനസ്സിലായില്ലേ? യെസ്, അതാണ് അതിൻ്റെ ആൽഫബറ്റിക്കൽ ഓർഡർ കേട്ടോ. 26 ആനിമൽസിന് നമ്മൾ 26 അക്ഷരത്തിലുള്ള 26 ആനിമൽസിൻ്റെ പേര് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, ആ നമ്പർ നോക്കി നിങ്ങൾ ഫില്ല് ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്തത് ആക്ടിവിറ്റി 14 നോക്കൂ. ഡിജിറ്റ് ടാസ്ക് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വീഡിയോ ക്ലിപ്പായിട്ടൊക്കെ നിങ്ങൾക്കൊരു പെറ്റ് ഉണ്ടെങ്കിൽ, വളർത്തുമൃഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ആക്ഷൻസും അതിൻ്റെ സൗണ്ടും ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ ടീച്ചർക്ക് അതിൻ്റെ ആക്ഷൻസും മൂവ്മെൻറ്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് അതിന് നിങ്ങൾ കമൻട്രി കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. അടുത്തത് ഓഡിയോ ലൈബ്രറിയാണ്. എന്തെങ്കിലും ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. അത് നിങ്ങളിപ്പം കലോത്സവം കണ്ടതിൻ്റെയോ അല്ലെങ്കിൽ സ്പോർട്സ് മീറ്റിൻ്റെയോ ഒക്കെ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതിനെ നരേറ്റ് ചെയ്യുക. നിങ്ങളതിനെ വിവരിച്ചിട്ട് ഇൻട്രസ്റ്റിംഗ് ഇവൻ്റ് ആക്കിയിട്ട് ഓഡിയോ ഉണ്ടാക്കി ടീച്ചർക്ക് അയച്ചു കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. അത് നിങ്ങൾ സ്വന്തം ചെയ്യാം. ഓക്കെ മക്കളെ, അതിൻ്റെ കൂടെ തന്നെ മൈ വേർഡ് ബാങ്ക് ഉണ്ടോ, അവിടെ നിങ്ങൾ പഠിച്ച പുതിയ വേർഡ്സ്. ഓക്കെ, കുറേ പുതിയ വേർഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ആ വേർഡ്സൊക്കെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതാനും കൂടിയാണ്, നോട്ട്ബുക്കിലേക്ക് എഴുതാനും കൂടിയാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതിയിട്ട് അതിനെ ഒരു ഓർഗനൈസ് ആക്കി വെക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അതാണ് മൈ വേർഡ് ബാങ്കിൽ പറയുന്നത് കേട്ടോ. എത്രയാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുണ്ട്. ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ മക്കളെ, സി യു, ബൈ.